കായും കോയും കഴിച്ചിട്ടുണ്ടോ? 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കായും കോയിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്ന ഭക്ഷണമായിരുന്നു. ഇന്നത് കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്ന് കഴിക്കുന്നു. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വരെ അത് റിപ്പോർട്ട് ചെയ്യും. വീഡിയോ ചെയ്യുന്ന സമയത്തും ഇപ്പോഴും അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നമുക്ക് നേരിട്ട് അവരോട് പോയി സംസാരിക്കാം. കണ്ണവും കാട് വഴി ഇവിടത്തേക്ക് പോകുന്ന വഴി തന്നെ അതിമനോഹരാണ്. നല്ല മാറ്റാണ്. തൃശ്ശൂര്, പാലക്കാട്, തിരുവനന്തപുരം ഒരുപാട് ആൾക്കാർ എല്ലാ ജില്ലയിലും അന്നേരം ചെറിയ ചെമ്പിലേനും വെച്ച് ഇപ്പം 3 വലിയ വട്ടയിൽ വെക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ വിചാരിച്ചത്? ഇത്ര വലിയ ആൾ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വീഡിയോ എടുത്തതിന് ശേഷം ആൾക്കാർ ഇഷ്ടം അറിയപ്പെടുകയും വരികയും ചെയ്ത് നല്ല കച്ചവടമായ വീഡിയോ അറിയപ്പെട്ടോ. വീഡിയോക്ക് ഒരു മാറ്റം ഉണ്ടായോ. അതുവരെ ഒരു ചെറിയൊരു ഉണങ്ങിയ വീഡിയോ ഞാൻ പണിക്കലും പോയിരുന്നു. അതിന്റെ ശേഷം പണിക്കലും പോയില്ല. കൂലിക്ക് പെണ്ണുങ്ങളുണ്ട്. മോശം ചെയ്യാതെ കച്ചവടം ഇപ്പൊ നിലവിലുണ്ട്. നിങ്ങളിപ്പോ സ്വന്തമായിട്ട് പണി ഒരാൾക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി. ഞാനിപ്പോ മാറിയിട്ട് 2 പെണ്ണുങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട്. അതിനല്ലേ വലിയ സന്തോഷം അല്ലേ? ഏറ്റവും വലിയ സന്തോഷം. ഈ ഐറ്റം ഇവിടെ കൊടുക്കാനൊരു കാരണമില്ല. അതേ കാലത്തെ ഈ ഫുഡ് ഉണ്ട്. പിന്നെ ലോട്ടറി അടിച്ചാലും പൈസ ഇടുന്ന വന്നാൽ നമ്മുടെ 5-6 ആൾ കൂടിയിട്ട് നാടൻ കോയിന് പിടിച്ചിട്ട് കൊലയും കോയലായിട്ട് രാത്രികൾ ഉണ്ടാക്കുന്ന. ഇപ്പൊ എല്ലാ ഞായറാഴ്ചയും ബിരിയാണി ഉണ്ട്, കുമ്പളങ്ങ പായസം ഉണ്ട്, പിന്നെ പിട്ട്, പൊറോട്ട, കലത്തപ്പം, ഉണ്ണിയപ്പം, പഴംപൊരി, ബക്കുവട, പരിപ്പുവട, കാന്താരി മുട്ട വേപ്പിച്ചിട്ട് കാന്താരി വരട്ടിയിട്ട് ഒരു മുട്ട വിൽപ്പനയുണ്ട്. ഞാൻ ഇതൊരു കഴിച്ചില്ല, എനിക്കൊന്ന് കഴിക്കണം എന്തായാലും. പിന്നെ നിങ്ങൾ നാടൻ ഐറ്റംസ് ഒരുപാട് ഉണ്ടായില്ലേ? കുമ്പളങ്ങ മറ്റേ അത് ഇതെല്ലായിട്ട് അതിൽ ഇപ്പൊ ഉണ്ടാ? ഉണ്ട്. നാടങ്ങ ഉണ്ട്, കുമ്പളം ഉണ്ട്, പച്ചക്കറി, പിന്നെ ചീര, പയറ്, പൊട്ടി, വെണ്ട, എല്ലാ പച്ചക്കറി ഉണ്ട്.